വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചൂസൺ വൺ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ചില ആൾക്കാരെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. അതായത് ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യം പ്രത്യേകമായിട്ട് ചെയ്യാനോ എന്തെങ്കിലും നടപ്പിലാക്കാനോ വേണ്ടിയിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ചില സോൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ചൂസൺ സോൾ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില ഇൻസിഡൻസ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള 7 സയൻസാണ് ഞാനിവിടെ നോക്കുന്നത്. സയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. പാർട്ട്ണർഷിപ്പ്, വിർഗോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര. ബോട്ടം ഓഫ് ദ ഡെക്ക് 3rd ഹൗസ് ആണ് വന്നിട്ടുള്ളത്. ഐസൊലേഷൻ, ലെറ്റിംഗ് ഗോ, ഹാർമണി. ഇന്നസെൻസ്, എക്സോഷൻ, പാർട്ടിസിപ്പേഷൻ, guidance. Bottom of the deck, politics. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ജൂണോ എന്ന് പറയുന്ന കാർഡാണ് ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത്. പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആര് വന്നാലും, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് റാൻഡ് ആയിട്ടല്ല വരുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവും. അതിനൊരു പ്രത്യേക പേർപ്പസും ഉണ്ടാവും. ആ ഒരു പേർപ്പസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ, അത് ഏത് രീതിയിലും ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഡീപ്ലി ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലി അവിടെ നിങ്ങൾ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആ വ്യക്തിയായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർഷിപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ആര് വന്നു കഴിഞ്ഞാലും അവരുമായിട്ട് നിങ്ങൾ ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീപ്ലി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ബന്ധമായിരിക്കും അത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബന്ധങ്ങൾ വഴിയാണ് നിങ്ങൾക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. അത് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല. നിങ്ങൾക്ക് ഏതൊരു ബന്ധം വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അതായത് ബന്ധം വരുന്നതെന്ന് വെച്ചാൽ വഴിയേ പോകുന്നവരല്ല. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അത് നിങ്ങളുടെ സോൾ ഗ്രോത്തിനും അതുപോലെ നിങ്ങളുടെ സോൾ ജേണി, നിങ്ങളുടെ സോൾ പേർപ്പസ് ഇതൊക്കെയായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഒന്നുകിൽ അവർ നിങ്ങളെ കാർമിക് ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാർമിക് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കും. നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളും നിങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും ഈ കാർമിക് പാർട്ട്ണർ. അല്ലെങ്കിൽ കാർമിക് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് ലവ് റിലേഷൻഷിപ്പ് അല്ല. ഏത് ബന്ധമാകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം. എന്തായാലും നിങ്ങളുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആവുന്ന വ്യക്തികളെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ അവർ വല്ലാതെ അവർ വന്നതിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാർമിക് പാർട്ട്ണറാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രിഗർ കിട്ടിയാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവേക്കനിങ് സംഭവിക്കും. പിന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഡെസ്റ്റിൻഡ് ആയിരിക്കും. ചില ആൾക്കാർ നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ മേ ബി നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. പക്ഷെ ആ വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ്, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഇവർ വഴി ഇല്ലാതാകണം. അല്ലെങ്കിൽ ഇവരൊരു ട്രിഗർ തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് എങ്ങനെ ആൾക്കാർ വന്നാലും നിങ്ങൾക്ക് അവിടെ പെയിൻ ഉണ്ടാകും. പക്ഷേ കാർമിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും.
അതുപോലെ കാർമികമായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്ന് അവരിൽ നിന്ന് പഠിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അതായത് അവരെ ഒരു മാതൃകയാക്കി വെക്കാൻ മാത്രമുള്ള ഒന്നും അവരിൽ നിന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ കുറവുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരൊരു മിറർ ഇഫക്റ്റ് നിങ്ങൾക്ക് തരും. അതേസമയം ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് മാതൃകയാക്കാം. അവരോട് നിങ്ങൾക്ക് പ്രൗഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അവരിൽ നിന്ന് നിങ്ങൾക്കും മറ്റുള്ളവർക്കും പല കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ നിങ്ങൾക്കൊരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തരുന്നൊരു വ്യക്തികളായിരിക്കും ഈ ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ജൂണോ എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്, അതുപോലെ പാർട്ടിസിപ്പേഷൻ 2 പ്രാവശ്യം ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഇത്. അതുകൊണ്ടാണ് കാർമികമായിട്ടുള്ളവരെയും ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളവരെയും ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഫസ്റ്റ് സൈനാണ്. നിങ്ങൾക്ക് ആളുകൾ വഴി അവേക്കണിങ്, ആളുകൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെസൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈനാണ്. നിങ്ങളൊരു ചൂസൺ വൺ ആണ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സൈൻ. നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജി ഉണ്ട്. ആ ഹീലിംഗ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ പ്ലീസ് ചെയ്യും നിങ്ങൾക്കൊരു പ്ലീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നേക്കാം. നിങ്ങളൊരു ഹീലറാണ്, പക്ഷെ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആളുകളെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. നിങ്ങൾക്ക് അവരെ സർവീസ് ചെയ്യാൻ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കണം. മറ്റുള്ളവരുടെ വിഷമം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കണം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ടെൻഡൻസി വരും. അത് നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള ഒരു ആൾക്കാരെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരാളെ കണ്ടാൽ തന്നെ അവരെ ഡീപ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല അവർക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. ചെറിയൊരു ഡീറ്റെയിൽസ് പോലും ഒരാളോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ചെറിയൊരു ഡീറ്റെയിൽസ് പോലും നിങ്ങൾ നോട്ടീസ് ചെയ്യും. അതുപോലെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരും നിങ്ങളുടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം പോലും അവർ നോട്ടീസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു എനർജി പവറാണ്. അത് ചൂസൺ വൺ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് അവരെ ഡീപ്ലി കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നിങ്ങളെയും ഡീപ്ലി എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെയും അവർ മൈന്യൂട്ടായിട്ട് ഒന്ന് വാച്ച് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വന്നത് സാജിറ്റേറിയസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഫ്രീഡാണ്, അതുപോലെ ട്രൂത്ത് അന്വേഷിക്കുകയും ചെയ്യും. ട്രൂത്തിന് പിന്നാലെ സീക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കും. അതുപോലെ ഈ പ്രകൃതി രഹസ്യം, അങ്ങനെ പല കാര്യങ്ങളും ഡീപ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് എന്തിനോടാണ് ഒരു ക്രേസ് വന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്നത്, അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. അതുമാത്രമല്ല ആ ഒരു കാര്യത്തിലോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് കിട്ടും. അതും നിങ്ങൾക്ക് അങ്ങനെ ഒരു സീക്കിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ 3ാമത്തെ സൈനാണ്. പിന്നെ ഈ സാജിറ്റേറിയസ് എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ വിസ്ഡം, അതുപോലെ ഫിലോസഫി, സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നാച്ചുറലി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അതിലോട്ടേക്ക് പോകണം എന്നുള്ളൊരു ടെൻഡൻസി, മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യാൻ, അതല്ലെങ്കിൽ ഞാൻ ആരാന്നുള്ളൊരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഹയർ കോൺഷ്യസ്നെസ്, ഹയർ വിസ്ഡം, ഇതൊക്കെ എന്താണെന്നറിയാനുള്ള ഒരു ടെൻഡൻസി വരും. ഇതിലോട്ടൊക്കെ നിങ്ങൾ നാച്ചുറലി അട്രാക്റ്റ് ആകും. അത് ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് ബൈ ബർത്ത് തന്നെ നാച്ചുറലി അതിലോട്ടേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. ലൈഫ് എക്സ്പീരിയൻസ് വഴിയായിരിക്കും നിങ്ങൾ അവേക്കണിങ് ആവുക. അതായത് മറ്റൊരാൾ പറഞ്ഞു കേട്ട അറിവുകളോ അല്ലെങ്കിൽ വായിച്ചു കേട്ട കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അവേക്കണിങ് ആയിരിക്കില്ല നിങ്ങൾക്ക്. ചില ആൾക്കാർ സ്പിരിച്വൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചില സിസ്റ്റം ഫോളോ ചെയ്യും, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം വഴിയല്ല നിങ്ങൾ അവേക്കണിങ് ആവുന്നത്. നിങ്ങളുടെ അവേക്കണിങ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വഴിയാണ് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള 3ാമത്തെ സൈൻ. അതാണ് ഈ സാജിറ്റേറിയസ് കാണിക്കുന്നത്. പിന്നെ 4th വൺ നിങ്ങൾക്ക് അക്വേറിയസ് എന്ന് പറയുന്ന കാർഡാണ്. കൊളാബറേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ക്രൗഡഡ് ഏരിയ നിങ്ങൾക്ക് ഫിറ്റ് ആവില്ല. ഒരു ക്രൗഡഡ് ഏരിയയിൽ നിങ്ങൾ പോയി ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവിടെ ഡ്രെയിൻ ആവുകയും ചെയ്യും. നിങ്ങൾക്കത് ഫിറ്റ് ആവില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് മാറണം. നിങ്ങൾക്ക് സൈലൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അവിടെയാണ്
ഫിറ്റ് ആവേണ്ടത്. നിങ്ങൾ തൽക്കാലത്തേക്ക് അവിടുന്ന് മാറ്റി നിർത്തുന്നതാണ്. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവാതെ നിങ്ങളുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു സമയം നിങ്ങൾ അവേക്കണിങ് ആയി നിങ്ങളുടെ ഓൺ എനർജി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ പൊതുലോകത്തേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു ടൈപ്പാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ട മാനവികത എന്നുള്ളതാണ് വരുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഇപ്പം നിങ്ങൾക്ക് ക്രൗഡഡ് ഏരിയ ഫിറ്റ് ആവില്ലെങ്കിലും നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു തലത്തിൽ നിങ്ങൾ ഭാവിയിലോട്ടേക്ക് വരും. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ക്രൗഡഡ് ഏരിയയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അങ്ങനെയുള്ള മാറി നിൽക്കണം, സൈലൻസ് ആണ് ഇഷ്ടം, അങ്ങനെയുള്ള ടെൻഡൻസി വരുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം അത് നിങ്ങൾക്ക് ഉള്ളൊരു ചൂസൺ 1 ആണെന്നുള്ളൊരു സൈനാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ടെമ്പററി സ്റ്റേജ് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവർക്കിടയിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പേർപ്പസാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ 5th വൺ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ലിബ്ര എന്ന് പറയുന്ന കാർഡാണ്. ബാലൻസിനെ കാണിക്കുന്നതാണ്. ഇവിടെ ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് എന്ന് പറയുമ്പം അവിടെ ഒരു ബാലൻസ് വേണം. നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഇപ്പം ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് റിസീവ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവില്ല. അതേസമയം ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും, ഒന്നും റിസീവ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിന് കറക്റ്റ് ബാലൻസ് അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് ഈക്വൽ എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം. നോർമലി നമ്മൾ കൊടുക്കുന്നതിന് നോർമലി നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. നിങ്ങൾ ആ ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ബാലൻസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിക്ക് അതൊരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും. കാരണം അതൊരു കർമ്മയായിട്ട് ബാക്കിയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ബാലൻസ് കീപ്പ് ചെയ്യുക. ആരുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങാതിരിക്കുക. ഇനി ഗിഫ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ തിരിച്ച് ആ ഒരു ഇതിലുള്ള ഒരു ഈക്വൽ എമൗണ്ട് വരുന്ന ഒരു ഗിഫ്റ്റ് തന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ ഈ പറയുന്നത് ചില സമയം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നും, കാരണം സ്പിരിച്വൽ ജേണിക്ക് എതിരായിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ഒന്നും പ്രതീക്ഷിക്കാതെ ഫലം ഇച്ഛിക്കാതെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങളുടെ സ്പിരിച്വൽ ജേണിക്ക് അതൊരു ബ്ലോക്കേജ് ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരു കടബാധ്യത പോലെ ആകും. നിങ്ങൾ ആരുടെന്നെങ്കിലും അതെന്താണെങ്കിലും സ്നേഹമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ വേണ്ടാത്തടുത്ത് അർഹിക്കാത്തടുത്ത് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും ഒരു കെയറൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു സൈനാണ്. പിന്നെ നിങ്ങൾക്ക് 3rd ഹൗസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അത് കാണിക്കുന്നത് വോയിസ് കമ്മ്യൂണിക്കേഷൻ. ഇതെപ്പോഴും വരാറുണ്ട്. നിങ്ങളുടെ വോയിസിന് എന്തോ ഒരു പവർ ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലരുടെ വോയിസ് ചിലർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് എനർജി ആയിരിക്കും. മറ്റുള്ളവരെ ഉണർത്താൻ പറ്റും. എത്ര അവർ മോശമായിട്ടുള്ള സ്റ്റേജിലാണെങ്കിലും ചിലരുടെ സംസാരം മാത്രം കേട്ടാൽ തന്നെ അവർക്കൊരു ഉണർവ് വരും. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ വോയിസ്. കാരണം ഇവിടെ എപ്പോഴും ഞാൻ എപ്പോൾ റീഡ് ചെയ്യുമ്പോഴും ഈ വോയിസ് എന്ന് പറയുന്ന അത് വരാറുണ്ട്. നിങ്ങൾക്ക് മേ ബി അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ടില്ല, അതിൽ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തോട്ടേക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. സപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴാണോ ഈ സപ്രസ്ഡ് എനർജി റിലീസ് ചെയ്യുന്നത് അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ എത്രത്തോളം അത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് താഴ്ന്നു പോവുകയും ചെയ്യും നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം. കാരണം അത് നിങ്ങളുടെ ഡെസ്റ്റിനി പാത്താണ്. നിങ്ങളുടെ ഡെസ്റ്റിനി പാത്ത് ഓപ്പൺ ആകണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലിമിറ്റേഷൻ നിങ്ങൾ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെസ്റ്റിനി പാത്ത് ഓപ്പൺ ആയി കിട്ടൂ. ഇത് നിങ്ങളുടെ ബന്ധത്തിലും പ്രതിഫലിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡും അതുപോലെ ഒരു ബോട്ടം ഓഫ് ദി ഡെക്കും ഇത് വന്നിട്ടുള്ളത്. പാർട്ട്ണർഷിപ്പ്, അത് നിങ്ങൾ ബന്ധത്തിലും ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ എപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നോ അപ്പം തന്നെ ആ ഒരു പ്രോബ്ലം മാറും. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, അതാണ് പ്രോബ്ലം. അത് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആണെങ്കിലും അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാകാം.
പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഞാൻ തെളിയിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി കൂടി വരും. അത് നിങ്ങൾ ഒരു ഈഗോ ആണത്. അപ്പോൾ ആ ഈഗോ ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, എവിടെയാണോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ആരുമായിട്ടാണോ ഉള്ളത്, നിങ്ങൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ തീരും തോന്നുന്നത് എവിടെയാണോ അവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. കാരണം എപ്പോഴും ഈ ഒരു കാർഡ് വരുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു കാർഡ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസ്ക് ഇട്ടിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഫാമിലിക്ക് വേണ്ടിയിട്ടോ മറ്റു പലതിനും എന്തെങ്കിലും നഷ്ടപ്പെടുവോ അങ്ങനെയുള്ള മറ്റു പലതും വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു സെൽഫ് നിങ്ങൾ പുറത്തോട്ടേക്ക് കാണിക്കുന്നില്ല, ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സ് ആണ് അവിടുന്ന് മാറേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഐസൊലേഷൻ, ലെറ്റിംഗ് ഗോ, ഹാർമണി, ഇന്നസെൻസ്, എക്സോഷൻ, പാർട്ടിസിപ്പേഷൻ, ഗൈഡൻസ് ഈ കാർഡ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ചൂസൺ വൺ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഐസൊലേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നിങ്ങളെ ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലൊരു ഹാർമണി, ആ ഹാർമണി വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് ഐസൊലേറ്റഡ് ആക്കിയത്. ഐസൊലേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുകയില്ല. നിങ്ങൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ലൈഫിൽ വന്നിട്ടുണ്ടാകാം. ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. സൈലൻസ് ആണ് നിങ്ങളുടെ ഒരു ശക്തി എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ സൈലൻസ് പവർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും നിങ്ങൾക്കുള്ളിലെ കംപ്ലീറ്റ് ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ്. പിന്നെ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോബ്ലമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയിലല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതലും സൈലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതൊരു ഇൻവിസിബിൾ എനർജീൻ്റെ അടുത്തു നിന്നായിരിക്കാം, വിസിബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്തു നിന്നായിരിക്കാം. എന്തായാലും നിങ്ങൾക്കിവിടെ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. കൂടുതലും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എനർജീൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ചൂസൺ വൺ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂസൺ വൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ സയൻസ് അല്ല, കോമൺ ആയിട്ടുള്ള സയൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ എനർജി ബേസ് ചെയ്തിട്ടുള്ള സയൻസാണ് ഞാൻ വായിച്ചത്. അതായത് ഈ റീഡിങ് കാണുന്നവരുടെ എനർജി, കളക്റ്റീവ് എനർജി ബേസ് ചെയ്തിട്ടുള്ള സയൻസ്. കോമൺ സയൻസ് എന്ന് പറയുമ്പം ഇതിൽ കൂടുതൽ വരും. ഈ റീഡിങ് കാണുന്നവർക്ക് ഇതുമായിട്ട് റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്ലോലി യൂണിവേഴ്സ് അവേക്കൺ സ്റ്റേജിലോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ കോമൺ ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് ചൂസൺ സോൾസിന് ഏർലി ലൈഫിൽ ഭയങ്കര സ്ട്രഗിളിങ്സ് ഉണ്ടാവും. അവർ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു വന്ന ആൾക്കാരായിരിക്കും. ആ ഒരു പെയിൻ തന്നെയാണ് അവരുടെ സോളിന് അവേക്കണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും. ആ പെയിനിലൂടെ വന്നില്ലെങ്കിൽ അവരൊരിക്കലും അവരുടെ കംഫർട്ട് സോണ് വിട്ട് പുറത്തിറങ്ങില്ല. ഞാൻ ആരാണെന്നുള്ള ചോദ്യം വരില്ല, എനിക്കെന്താ സംഭവിക്കുന്നതെന്നുള്ള ചോദ്യം വരില്ല. ഇങ്ങനെ ചോദിക്കുന്നിടത്തു നിന്നാണ് ആ ഒരു എനർജി ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഏർലി ലൈഫിൽ നല്ല രീതിക്ക് തന്നെ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും ഈ ചൂസൺ സോൾസ്. അതുപോലെ ഫിറ്റ് ആവില്ല, ക്രൗഡിന് ഫിറ്റ് ആവാത്ത ഒരു എനർജി ആയിരിക്കും. ഒറ്റക്ക് ചെയ്യണം, ഒറ്റക്ക് നിൽക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യമായിരിക്കും. ഒരിക്കലും ക്രൗഡിനെ ഫോളോ ചെയ്യില്ല. അങ്ങനെ ഒരു ഇത് ചൂസൺ വൺസിന് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇൻറ്റ്യൂഷൻ ഭയങ്കര ശക്തമായിരിക്കും. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഇൻറ്റ്യൂഷൻ ഉണ്ടാകും. മറ്റുള്ളവരുടെ വൈബ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് ഇന്ന് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുന്ന സമയത്ത് മനസ്സിൽ തോന്നും എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. അത് ഇന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് തോന്നും എന്തോ ഒന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഡ്രീംസ്, സയൻസ്, റിപ്പീറ്റഡ് നമ്പേഴ്സ്, സിങ്ക്രോണിസിറ്റീസ് ഇതൊക്കെ വളരെ സാധാരണമായിരിക്കും നിങ്ങൾക്ക്. മറ്റുള്ളവർക്ക് അതൊക്കെ ഭയങ്കര റെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ റിപ്പീറ്റഡ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. മീൻസ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. പക്ഷേ ഈ ചൂസൺ സോൾസിന് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ഓൾഡ് സെൽഫ് ഡെത്ത് ആവും, അതുപോലെ ന്യൂ സെൽഫ് പുതുതായി റീബർത്ത് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സമയം കുറച്ചുകൂടി റീചാർജാണ്, അതായത് സോളിൻ്റെ ഒരു റീചാർജാണ് ഒറ്റയ്ക്കിരിക്കുന്ന സമയം. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും കൂടുതലും ചൂസൺ സോൾസ് ഇഷ്ടപ്പെടുക.
അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ എനർജി റീചാർജ് സൈലൻസിനും അതുപോലെ അലോണിലാണ് ഉള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പെയിൻ ആഴത്തിൽ ഫീൽ ചെയ്യാനുള്ളൊരു ഇത് നിങ്ങളുടെ എനർജിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ ഹീലാവുന്നുണ്ടാവും. പക്ഷേ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടുണ്ടാവും, അവർ ഓക്കെ ആയിട്ടുണ്ടാവും. വലിയ പ്രോബ്ലം കൊണ്ടാണ് അവർ വന്നതെങ്കിൽ, അവർ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡാമേജ് ആയിട്ടാണ് വന്നതെങ്കിൽ, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രസൻസിൽ അവർ ഓക്കെ ആകും. അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ അവർ പോയി കഴിയുമ്പോഴേക്കും നിങ്ങളാകെ ഡ്രെയിൻ ആയിട്ടുണ്ടാകും. അത് ഈ ഒരു ചൂസൺ സോൾസിന് ഉണ്ടാവുന്ന മറ്റൊരു സൈനാണ്. ഇതൊക്കെ ഞാൻ കോമൺ സൈൻസാണ് പറയുന്നത്. നേരത്തെ റീഡ് ചെയ്ത കാർഡ്സ് വെച്ചിട്ടുള്ളതാണ് ഈ കളക്റ്റീവ് എനർജി. പിന്നെ അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് അവേക്കനിങ് ചെയ്യുന്നുള്ളത് അത് ഒരിക്കൽ ഞാൻ പറഞ്ഞു. ബട്ട് ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഡോർ ഓപ്പൺ ആവുന്നും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ലൈഫിൽ വരുന്നുണ്ടാവും, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടാവും. പക്ഷെ അത് ലൈഫ് സ്റ്റക്ക് ആകുന്ന രീതിയിലല്ല, അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഡോർ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. പുതിയ ഡോർ ഓപ്പൺ ആവും, അവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, പിന്നെയും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരും, പുതിയ ഡോർ ഓപ്പൺ ആവും. ഇതൊരു ഇതുപോലെ സൈക്കിൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ചൂസൺ സോൾ എന്ന് പറയുന്നത് ഈസി ലൈഫല്ല, സ്ട്രഗിളിലൂടെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഇതാണ്. മാത്രമല്ല പേർപ്പസും ഉണ്ടാകും, ഹയർ പേർപ്പസും ഉണ്ടാകും, ഡീപ്പായിട്ടുള്ള ഒരു ലൈഫാണ് എന്നുള്ളതാണ് ഈ ചൂസൺ സോൾസിൻ്റെ അർത്ഥം, ചൂസൺ വണ്ണിൻ്റെ. അപ്പോൾ അത് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള പേർപ്പസും ഉണ്ടാകും. ആ പേർപ്പസിലോട്ടേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫിൽ സ്ട്രഗിൾസും ട്രാൻസ്ഫോർമേഷനും ഒക്കെ വരുന്നത്.